ഇപ്പോൾ 50 വണ്ടിയുടെ അകമ്പടിയോട് സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷേ സഖാവേ നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ 50 വണ്ടി എങ്ങനെ സഞ്ചരിക്കും? അപ്പോൾ അതങ്ങനെ ആവേണ്ട വരും. സാർ നമസ്കാരം. നമസ്കാരം സാർ, CPM ഈ കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ പ്രച്ഛന്ന വേഷം കെട്ടിയിറങ്ങി. പാർട്ടി അംഗങ്ങൾ തന്നെ പ്രച്ഛന്ന വേഷം കെട്ടിയിറങ്ങി. ഞാൻ ചുറ്റിക്കെട്ടില്ലാതെ തന്നെ പറയാം. സാർ, ഈ സ്വന്തം പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ CPMലെ നേതാക്കൾ തന്നെ വിമുഖത കാണിക്കുന്നതായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ എവിടെയൊക്കെ എന്നുള്ളവരെ നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സാർ ഒരു ഇടത് ചിന്താഗതിക്കാരനാണ്. സാറിന് ഇതൊക്കെ അറിയാമെന്നുള്ളതാണ്, പാർട്ടിയെക്കുറിച്ചൊക്കെ അറിയാമെന്നുള്ളത്. സാർ, എന്താണ് സാർ ഇപ്പോൾ CPMന് സംഭവിച്ചിരിക്കുന്നത്? ചുറ്റിക അരിവാൾ നക്ഷത്രം വേണ്ട. നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴേ പഴയ കാലത്തും 57-ലും ഒക്കെ ചിഹ്നത്തിലല്ലാതെ സ്ഥാനാർത്ഥികളെ പാർട്ടി മത്സരിപ്പിച്ചിരുന്നു. കാരണം അങ്ങനെ മത്സരിപ്പിക്കേണ്ടി വരും. അതിൻ്റെ കാരണമുണ്ട്. അന്ന് പാർട്ടി മത്സരിപ്പിച്ചിരുന്നത് സ്വതന്ത്രരായിരുന്നു, പൊതുസമ്മതർ. അതെ, അവർക്ക് പാർട്ടി ഇല്ല ശരിക്കും, പക്ഷെ അവർക്ക് ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുണ്ട്, അനുഭവമുണ്ട്. അതുകൊണ്ട് അവർ ഇടതുപക്ഷ ആഭിമുഖ്യം നിലനിർത്തി ഇടത് സ്വതന്ത്രർ എന്ന നിലയ്ക്ക് മത്സരിക്കുമായിരുന്നു. അത് ശരിയുമായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്തിനാണ് പാർട്ടി ചിഹ്നത്തിലല്ലാതെ മത്സരിക്കുകയെന്ന് വെച്ചാൽ ആളുകളെ പറ്റിക്കാനാണ് എന്ന ആളുകൾ തിരിച്ചറിഞ്ഞു. അതാണ് പ്രശ്നം. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഈ പ്രച്ഛന്ന വേഷത്തിൽ വരുമ്പോൾ ആരുടെ പ്രച്ഛന്ന വേഷത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് അന്വേഷിക്കുമല്ലോ. തീർച്ചയായിട്ടും. മറ്റത് അങ്ങനെയല്ല. മറ്റത് അവർ ഒറിജിനൽ സ്വതന്ത്രരായിരുന്നു ശരിക്കും. അതുകൊണ്ട് അവർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് അവർ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ പൊതു സ്വതന്ത്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ അതിൽ തെറ്റില്ല, കാരണം അത് ശരിയാണ്. ഇപ്പോൾ പക്ഷെ അങ്ങനെയല്ല. വോട്ട് വാങ്ങാൻ വേണ്ടി, അതായത് മുസ്ലിങ്ങൾ CPMൻ്റെ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് കൂട്ടാൻ തയ്യാറില്ല, ക്രിസ്ത്യാനികളും വോട്ട് കൂട്ടാൻ തയ്യാറില്ല. അതുകൊണ്ട് എന്നാൽ പാർട്ടിക്ക് വോട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ള മാർഗം എന്താണ്? ചിഹ്നം മാറ്റിവെക്കലാണ്. അങ്ങനെയാണ് ഒട്ടുമിക്ക മേഖലകളിലും ഈ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ സ്വന്തം ചിഹ്നത്തിൽ അല്ലാതെ മത്സരിക്കാനായിട്ട് തയ്യാറായി. പക്ഷേ അവർ അപ്ഡേറ്റല്ല, അതാണ് പ്രശ്നം. സമൂഹം ഫുള്ളി അപ്ഡേറ്റഡാണ്. ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായിട്ട് സമൂഹത്തിന് അറിയാം. പക്ഷേ CPM അപ്ഡേറ്റഡ് അല്ല. അവർ കാലഹരണപ്പെട്ടു. അതാണ് പ്രശ്നം. അവരിപ്പോഴും പഴയ ചിന്തയുമായിട്ടാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സൂത്രം പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അവർക്ക് കൃത്യമായിട്ട് അവർ ഏരിയ കമ്മിറ്റി അംഗമാണ് അല്ലെങ്കിൽ പാർട്ടി അംഗമാണെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കേണ്ടത്. കാരണം ആളുകൾക്ക് ഇവൻ പാർട്ടിക്കാരനല്ലേ, പിന്നെ അവനെന്തിനാണ് കപ്പും സോസറും ഗ്ലാസ്സും ഒക്കെ വെച്ച് മത്സരിക്കാൻ നടക്കുന്നതെന്ന് ചോദിക്കുമല്ലോ. പറവൂര് ശർമ്മയുടെ ഭാര്യയെ പോലും അവരെന്ത് ചെയ്തു? കപ്പും സോസറിനകത്താക്കി. അത് ഭയങ്കര കഷ്ടമായിട്ടാണ് പിന്നീട് സഹാക്കൾ തന്നെ വിലയിരുത്തിയത്. ആ തോൽക്കുകയോ ജയിക്കുക എന്നുള്ള രണ്ടാമത്തെ വിഷയമാണ്. തോൽക്കുകയോ ജയിക്കുകയോ എന്നുള്ളത് നോക്കിയല്ല നമ്മൾ സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തെ അഭിസംബോധന ചെയ്യേണ്ടത്. നമുക്കൊരു പൊളിറ്റിക്സ് പറയാനുണ്ടെങ്കിൽ നമ്മൾ ആ പൊളിറ്റിക്സിന് വേണ്ടി മത്സരിക്കുന്നു, അല്ലാണ്ട് ഒരു സീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല മത്സരിക്കും. എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, ആ പൊളിറ്റിക്സ് പറയണം, അതിനാണ് ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്ന് ജനങ്ങളോട് പറയാനായിട്ടുള്ള ഗട്ട്സ് നഷ്ടപ്പെടുമ്പോൾ പിന്നീട് രാഷ്ട്രീയ പ്രസക്തിയാണ് അവർ യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുത്തി കളയുന്നത്. അത് വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴുമായിട്ട് അവരുടെ ചിഹ്നങ്ങളിങ്ങനെ മാറിയത് നമുക്കറിയാം. ചിഹ്നം ഇങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മാറുന്ന സമയത്ത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ലൈനാണ് മാറുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്ന സമയത്ത് CPIയുടെ ചിഹ്നം എന്ന് പറഞ്ഞാൽ അരിവാളും നെൽക്കതിരുമാണ്. അതിന് അവർക്കൊരു റീസണുണ്ട്. എന്താണ് റീസൺ? അത് കർഷകരുടെ പ്രതീകമാണ്, അല്ലേ? നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മളുടേതാവും പൈങ്കിളി എന്ന് പാടിയ ഒരു കാലമുണ്ട്. തീർച്ചയായിട്ടും. ആ കാലത്ത് കൊയ്ത്തിൻ്റെ പ്രതീകമാണ്, കർഷക തൊഴിലാളികളുടെ പ്രതീകമാണ് ഈ അരിവാളും അതേപോലെ തന്നെ നെൽക്കതിരും എന്നുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലായത്. തീർച്ചയായിട്ടും. അരിവാളും നെൽക്കതിരും എന്ന് പറയുന്നത് ഇന്ത്യയിലെ പാർട്ടി രണ്ടായ സമയത്ത് CPM പുതിയ ചിഹ്നം എടുക്കാൻ ബാധ്യസ്ഥരായി. അപ്പോൾ അവർ ചെയ്തത് അരിവാളും ചുറ്റികയും നക്ഷത്രം എടുക്കുകയാണ്. ഈ അരിവാളും ചുറ്റികയും എന്ന് പറയുന്നത്
കർഷകരുടെയും വ്യവസായ തൊഴിലാളികളുടെയും പ്രതീകം എന്ന നിലയ്ക്ക് അവതരിപ്പിച്ചത്. അതെ അതെ, അതവരുടെ ഒരു അഭിമാനമാണ്. അതുപോലെ റഷ്യയിൽ നിന്നാണല്ലേ സാർ ആ ചിഹ്നം ആ ചിഹ്നം വരുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. ലെനിൻ തന്നെ പറഞ്ഞത് ലെനിനാണ്. ലെനിൻ എന്നത് എനിക്ക് തോന്നുന്ന ആദ്യം ഒരു വാളാണ് വാളാണ് സാർ. അത് മാറ്റി അതിന് പകരം ചുറ്റിക, അരിവാള് കൊണ്ടുവരികയാണ്. അരിവാള് കൊണ്ടുവരിക. മനസ്സിലായി. പിന്നെ ചുറ്റിക എന്ന് പറയുന്നത് വ്യവസായ തൊഴിലാളികളുടെ ഒരു സംഭവമായിട്ട് രൂപപ്പെട്ടു വന്ന, അത് ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ കൊടി കണ്ടല്ലേ, അതിൽ ഉള്ളത് എന്താണ്? അരിവാളും അതുപോലെ ചുറ്റികയാണ്. നക്ഷത്രമില്ല എന്ന് മാത്രമേ. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു അഭിമാനമാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പൊളിറ്റിക്സ്, രാഷ്ട്രീയം എന്ന് പറയുന്നത് അവർ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സി പി എമ്മിൻ്റെ രാഷ്ട്രീയം സി പി എം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സി പി എമ്മിന് ഒറ്റ ലക്ഷ്യമുള്ളൂ ഇപ്പോൾ എങ്ങനെയാണ് അധികാരത്തിൽ കയറേണ്ടത്. അധികാരത്തിൽ എങ്ങനെയും കയറാം, പക്ഷെ കയറുന്നതിന് ഒരു പ്രിൻസിപ്പിളൊക്കെ വേണം. അല്ലെങ്കിൽ ജനങ്ങൾ എന്ത് പറയും, നിങ്ങൾക്ക് വീട്ടിൽ പോയിരിക്കാൻ നേരമായിരിക്കുന്നു. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ വ്യക്തമാക്കപ്പെട്ട ഒരു കാര്യം ഏതാണ്? സി പി എമ്മിന് ഷെഡിൽ കയറ്റേണ്ട സമയം, മെയിൻ്റനൻസ് ആവശ്യമാണ്. വണ്ടിയൊക്കെ ഒരുപാട് ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേടാവണം വരും. അതുപോലെ ഇത് ഇങ്ങനെ 10 വർഷം ഒരുമിച്ച് ഭരിച്ച് ഒരുപാട് പ്രശ്നങ്ങളായി ഒന്ന് ഓവറോൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഷെഡിൽ വർക്ക്ഷോപ്പിൽ കയറ്റ സമയമായി. അങ്ങനെ വർക്ക്ഷോപ്പിൽ കയറ്റേണ്ട സമയമായി. അതൊന്ന് ശരിയാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും ഒരു ഭേദപ്പെട്ട പാർട്ടിയായിട്ട് അത് വീണ്ടും പ്രവർത്തിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടതുപക്ഷത്ത് നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെ ഷെഡിൽ കയറ്റണം എന്നുള്ളത് തന്നെയാണ്. അതിനൊരു മെയിൻ്റനൻസ് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും പഴയ അതിൻ്റെ ആശയങ്ങളും അത് സാറ് വിചാരിക്കുന്നു ഷെഡിൽ കയറ്റിയിട്ട് പിന്നെ നന്നാവുമെന്നാണ്. അത് സാറിൻ്റെ നല്ലൊരു നന്നാവും എന്നുള്ളതല്ല പ്രശ്നം. നന്നാക്കി നമ്മൾ വണ്ടി ഷെഡിൽ കയറ്റുന്നത് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് നന്നാവും എന്നുള്ള പ്രതീക്ഷ അവിടെ അല്ല. നന്നാക്കാനാണ്, ഇത് നന്നാക്കും. കാരണം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നന്നാവും. മനസ്സിലായേ? കാരണം എന്ന് വെച്ചാൽ ഭരണപക്ഷത്തിരിക്കുമ്പോൾ അധികാരവും ആർത്തിയും അതിൻ്റെ കൂടെയുള്ള അഴിമതിയൊക്കെ ഇങ്ങനെ ഇരച്ചു കയറും. പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് അതൊന്നും ശരിയല്ല എന്നുള്ള കാര്യം തിരിച്ചറിയും. ഇപ്പോൾ 50 വണ്ടിയുടെ അകമ്പടിയോട് സഞ്ചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. പക്ഷേ സഖാവേ, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ 50 വണ്ടി എങ്ങനെ സഞ്ചരിക്കും? അപ്പോൾ അതങ്ങനെ ആവേണ്ട വരും. അങ്ങനെ ആക്കണം. കാരണം ജനങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ ജനം അപ്ഡേറ്റഡ് ആണ്. അതെ, ജനം അപ്ഡേറ്റഡും ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലഹരണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലെത്തി. അതുകൊണ്ടാണോ ഒരു ചോദ്യം, ഈ കാലഹരണപ്പെട്ടത് കൊണ്ടാണോ എന്തുകൊണ്ട് തോറ്റു എന്ന് ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല? അല്ല, അതുകൊണ്ടാണല്ലോ ഈ ശ്രീനിവാസന്റെ സന്ദേശം എന്ന് പറയുന്നത് ഇപ്പോഴും പ്രസക്തമായിരിക്കും. ഈ എന്താണ് പ്രതിക്രിയ ആ വാചകം, അവര് ആ അന്തർധാര എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ആളുകൾ ഇങ്ങനെ ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം തോറ്റാൽ ഇപ്പോഴും ഇവരെന്ത് ചെയ്യില്ല, തോറ്റും സമ്മതിക്കില്ല. എന്തുകൊണ്ട് തോറ്റു എന്ന് ലളിതമായി പറഞ്ഞാൽ അതിന് ചെറിയ ഉത്തരവേ ഉള്ളൂ. 50 മുതൽ 100 വരെയുള്ള വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള പിണറായി വിജയൻ്റെ സഞ്ചാരം, അതാണ് തോൽവിക്ക്. പിണറായി തന്നെയാണ് തോൽവിക്ക് കാരണം. അതായത് അതിന് കാരണമുണ്ട്. പിണറായി മാത്രം ആണ് കാരണം എന്നല്ല. പിണറായി കേരളത്തിൽ എല്ലായിടത്തും കൊച്ചു കൊച്ചു പിണറായിമാരെ നിർമ്മിച്ചു. കറക്റ്റ്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മുനിസിപ്പൽ ചെയർമാൻമാർ, മേയർമാർ, ഇവരൊക്കെ എങ്ങനെയാണ് പിണറായി പെരുമാറുന്നത് അതിനനുസരിച്ച് പെരുമാറാനും പ്രവർത്തിക്കാനും ആരംഭിച്ചു. പിണറായിക്ക് പഠിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കരുതിയത് ഇവർക്ക് മാത്രമാണ്. അല്ല, പ്രതിപക്ഷത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിണറായിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളവരുടെയൊക്കെ പത്രസമ്മേളനവും പത്രക്കാരോടുമായിട്ടുള്ള അവരുടെ സംഭാഷണം കണ്ടാൽ നമുക്ക് മനസ്സിലാവാം, ഇത് പുതിയ പിണറായി എന്ന് ചോദിക്കും. ഇങ്ങനത്തെ ഇതാണ് നമ്മുടെ കേരളത്തിന് പിണറായി വിജയൻ ഉണ്ടാക്കിയ ഉപദ്രവം എന്ന് പറയുന്നത് ചെറുതല്ല. കാരണം ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു സർഗാത്മകത, നമ്മുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള നൈതികത, അതൊക്കെ തകർക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സ്വച്ഛാധിപത്യ സ്വഭാവത്തോടു കൂടിയ ഇടപെടലിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തം. അതാണ്, ചെറുതല്ല. നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാവില്ല. അല്ല, അത് മനസ്സിലായി. അപ്പോൾ അത് വലിയ വലിയ ദുരന്തമാണ്. കാരണം വെച്ചാൽ സി പി എം തോൽക്കുന്നതോ ജയിക്കുന്നതോ അല്ല പ്രശ്നം, കേരളത്തെ തോൽപ്പിക്കുകയാണ്, അതാണ് പ്രശ്നം. സാർ, അപ്പോഴേ സാർ ഇവിടെ സി പി എമ്മിന് സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തിയിരിക്കുന്നു. സാറ് പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമ്പോൾ അവർ അതിലൂടെ, ഇപ്പോൾ ചിഹ്നത്തിലൂടെ ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ സി പി എമ്മിന് സ്വന്തം അസ്തിത്വവും നഷ്ടമായിരിക്കുന്നു, അവരുടെ രാഷ്ട്രീയവും നഷ്ടമായിരിക്കുന്നു. എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്? രാഷ്ട്രീയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സി പി എം രാഷ്ട്രീയം നഷ്ടപ്പെടുത്തുമ്പോൾ സങ്കടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേരളത്തിൽ. കാരണം സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടി
കേരളത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടത് പിണറായി വിജയനെ കൊണ്ടല്ലോ. ഒരിക്കലുമല്ല. അല്ല, അത് നമ്മളിപ്പോൾ എന്താണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് സഞ്ചരിക്കും, മുനയൻകുന്ന് സമരം മുതൽ ഒത്തിരി സമരങ്ങൾ ഇവിടെ വയലാർ, ശൂരനാട്, അങ്ങനെ പോകുമ്പോൾ ആ സമരങ്ങളിൽ ആത്മഹൂതി ചെയ്ത ഒരുപാട് രക്തസാക്ഷികളുണ്ട്. അവരിലൂടെയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പിടിക്കപ്പെട്ടത്. അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടാക്കിയത്, അല്ലാതെ പിണറായി വിജയനല്ല. പിണറായി വിജയനും ഇന്ന് ഭരിക്കാനിരിക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ രക്തസാക്ഷ്യത്തിൽ നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ആ സമ്പത്ത് മുഴുവനും അനുഭവിക്കുന്ന ആളുകളായി മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും മടിപ്പ് കാട്ടുന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളുള്ള CPM-നെ അല്ല, സ്വന്തം ഒരു പാർട്ടിയുടെ ചിഹ്നം ഏരിയ കമ്മിറ്റി അതെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കേണ്ടതില്ല എന്ന് അയാൾ ഒരു 4 വട്ടമെങ്കിലും ആലോചിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് ഉത്തരം അയാൾക്ക് കിട്ടിയാൽ അയാൾക്ക് ചിഹ്നമില്ലാതെ മത്സരിക്കാം. പക്ഷേ ആ ഉത്തരം അയാൾ പാർട്ടിയോട് പറയേണ്ടതല്ലേ? അതെ, അല്ല, അയാൾക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ അയാൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, മറ്റൊരു ചിഹ്നത്തിൽ മത്സരിക്കാൻ പാടില്ല.